ഹലോ ഹലോ ആ ശീതള മാഷേ, ഞാനാണ് മൊയ്തുവാണ്. ഞാൻ കുറെ നേരമായി ഇങ്ങനെ ട്രൈ ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് എൻഗേഡാണല്ലോ. ആ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാ. അതെ, ഒരു ഉഗ്രൻ ചെക്കൻ വന്ന് പെട്ടിക്കണം. ആ അതെ അതെ, ഇത് നിങ്ങൾക്ക് പറ്റിയ ചെക്കനാ. നിങ്ങളെ മോൾ ഇതിനൊരു എതിരെ അഭിപ്രായം പറയില്ല, എനിക്ക് ഉറപ്പാ. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ല ചുള്ളൻ ചെക്കൻ. ഹലോ, നിങ്ങൾ നാളെ 11 മണിക്ക് ഒരു വണ്ടിയായിട്ട് ബാങ്കിലേക്ക് വരും. ഞാനും ഫീൽഡ് ഓഫീസറും കൂടി വന്ന ആ സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ലോണിന്റെ കാര്യം തീരുമാനിക്കാം. ഞാൻ ഇന്ന് ഇത്തിരി ബിസിയാണ്. മനസ്സിലായി. നമുക്ക് അങ്ങോട്ട് എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ഓരോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ. 1, 2, 3 ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്ന് ഇത്തിരി ബിസിയിലാണ്. 11 മണിക്ക് വരൂ. ഓക്കെ, സോറി. അപ്പൊ ശീതളതാ, കഴിഞ്ഞതൊക്കെ നിങ്ങളിട്ട് മറന്നാളി. കഴിഞ്ഞ ആലോചന ഒന്നും ശരിയാവാത്തത് നിങ്ങളെ മോളെ ഭാഗ്യത്തിനാന്ന് കുട്ടിയാൽ മതി. ഇതാണ് നമുക്ക് ചേർന്ന ബന്ധം. ബാങ്ക് മാനേജറാണ്, M.Com റാങ്ക് ഹോൾഡർ, നമ്മളെ സർക്കാർ ബാങ്കിലാ. അച്ഛനും ബാങ്ക് മാനേജർ തന്നെയാണ്. അച്ഛൻ റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുന്നുണ്ട്. അമ്മയും നിങ്ങളും ഒരു കൂട്ടാ. അതായത് അമ്മ ടീച്ചർ, ഹെഡ് മാസ്റ്റർ ആണല്ലോ, റിട്ടയർഡ് ആണ്. പിന്നെ വീട്ടിൽ വേറെ ആരുമില്ല, ഒറ്റ മോൻ, ഒറ്റ തടിയാ. അത് ശരി. പിന്നെ പറയാൻ വിട്ട്, വൈറ്റിലെ ജംഗ്ഷൻ തന്നെ 2 നില വീട്. അപ്പൊ വണ്ടിയൊക്കെ ഏതിനാ പോവാ? വീട് റോഡ് സൈഡ്, വണ്ടി റോഡിൽ കൂടെ പോകും. എന്താണ് നിങ്ങള്? പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, പ്യാരിജാതൻ ആദ്യമായിട്ട് പെണ്ണിടാൻ വരിക. നിങ്ങളെ മോളെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഏത് ബ്രാഞ്ചിലാ വർക്ക് ചെയ്യണേ? ഇപ്പൊ പനമ്പള്ളി നഗറിലാണ്. ആണല്ലേ? ഓ, അപ്പൊ അടുത്ത് തന്നെ വീടും സൗകര്യമായി. എന്നാ മോളെ വിളിക്കുന്നാല് ഒരു കാണേ. കൗസല്യ, അപ്പൊ അമ്മ, ഇതാണ് പ്യാരിജാതൻ. വണ്ടിയോ ബാങ്ക് മാനേജറാണേ. ഇനി എന്തെങ്കിലും പ്യാരിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലൊക്കെ സംസാരിക്കട്ടോ. സംസാരിക്കണമെന്നില്ല. ഇല്ല, ഓനൊന്നും സംസാരിക്കില്ല എന്നാ പറയണത്. അതെ, മോക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആണോ? വിരോധമുണ്ടോ? വേണമെന്നില്ല. കുഴപ്പമില്ല, സംസാരിച്ചോ. ചായ ഇവിടെ നോട്ടെ, വന്നിട്ട് കുടിക്കാം. അങ്ങോട്ട് ചെല്ല്, പ്രത്യേകിച്ച് ചെല്ല്. ശീതളേട്ടാ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറിയാ. ലോട്ടറി എന്ന് പറഞ്ഞാൽ പോലെ ബമ്പറാണിത്. ഇനി എന്നോട് പറയരുത്, ഇനി ഇക്കാര്യത്തിന് ഈ പെരയിലേക്ക് മൊയ്തു വരൂല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എത്ര നടത്താ ഇങ്ങോട്ട് നടക്കണം, ഞാൻ എത്ര ചായ ഇവിടുന്ന് കുടിക്കുന്നു.